നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ആ ഫോണിന് നല്ല രീതിയിലുള്ള സ്പീഡ് തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ കുറച്ചൊന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ആ ഫോണിൻ്റെ സ്പീഡ് വളരെയധികം കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എബൌട്ട് ടു ഫോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്നുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഡിവൈസ് ഐഡൻറ്റിഫയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് നിങ്ങളൊന്ന് 7 തവണ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 7 തവണ ക്ലിക്ക് ചെയ്യുക. ചില ഫോണുകളിൽ MIUI വെർഷൻ എന്നായിരിക്കും ഉണ്ടാവുക. ആ MIUI വെർഷനിലാണ് നിങ്ങൾ 7 തവണ ക്ലിക്ക് ചെയ്യേണ്ടത്. അത്തരത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ പുതിയതായിട്ട് ഇവിടെ എനേബിൾ ആയിട്ട് വരും. അത് ഉണ്ടാകുന്നത് നമ്മുടെ ഫോണിൽ സെറ്റിംഗ്സിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് സിസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഡെവലപ്പർ ഓപ്ഷൻ ഇത്തരത്തിൽ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യുന്ന ആളുകൾക്ക് അത് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് പോവുക. നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് സെക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്കാണ് പോകേണ്ടത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുക, താഴേക്ക് വരിക. ഓക്കെ, ഇവിടെ ഡ്രൈവിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഇവിടെ കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിലാണ് നമുക്ക് ചെയ്യാനുള്ള സെറ്റിംഗ്സ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൽ സാധാരണയായിട്ട് ഡിഫോൾട്ടായിട്ട് വരുന്നത് ആനിമേഷൻ സ്കെയിൽ 1x ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങളുടെ ഫോണ് വളരെയധികം സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആനിമേഷൻ സ്കെയിൽ 0.5x മാറ്റി കൊടുക്കുക. ഇത്തരത്തിൽ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അതേ രീതിയിൽ തന്നെ നിങ്ങൾ മാറ്റി കൊടുക്കുക. ആനിമേഷൻ സ്കെയിൽ 0.5x മാറ്റി കൊടുക്കുക. മൂന്നാമത്തെയും അതേ രീതിയിൽ തന്നെ മാറ്റി കൊടുക്കുക. ഇത് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണ് കുറച്ചുകൂടി സ്ലോ ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ആനിമേഷൻ സ്കെയിൽ നിങ്ങളുടെ ഓഫ് ആക്കി കൊടുക്കുക. നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ടുള്ള ആനിമേഷൻ ഒന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയൊരു ആനിമേഷൻ മാത്രം മതി നമുക്ക്. അതുകൊണ്ടാണ് നമ്മളിവിടെ 0.5 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മാറ്റി കൊടുക്കുക. ഇത് മാറ്റി കൊടുത്താൽ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ശേഷം ഒന്നുകൂടി നമ്മുടെ സെറ്റിംഗ്സിലേക്ക് തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം താഴേക്ക് പോവുക. താഴേക്ക് പോകുന്ന സമയത്തോടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ കളർ ആൻഡ് മോഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ഇവിടെ റിമൂവ് ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുകൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോണിന്റെ സ്പീഡ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു വെക്കുക. ശേഷം ഒന്നുകൂടി നമ്മുടെ സെറ്റിംഗ്സിലേക്ക് തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെയായിട്ട് നമ്മൾ സ്റ്റോറേജ് ഇവിടെ കാണാനായിട്ട് പറ്റും, ഏറ്റവും മുകളിലായിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്രീ അപ്പ് സ്പേസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ അനാവശ്യമായി കിടക്കുന്ന ജങ്ക് ഫയലുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ഒരു ഫയലുകളും കൂടുതലായിട്ട് നമുക്ക് വേണ്ട ഫയലുകൾ ഒന്നും തന്നെ ഡിലീറ്റ് ആയി പോകുന്നില്ല. ജങ്ക് ഫയലുകൾ മാത്രമാണ് ഇവിടെ ഡിലീറ്റ് ആയി പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ 185 MB നമുക്കിവിടെ ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിടക്കുന്നത് ഒരു ഫോട്ടോ തന്നെ ഒന്നിൽ കൂടുതലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്നാണ് കാണിക്കുക. അത് നമുക്കിവിടെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വിടാം. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിട്ടാൽ തന്നെ നമ്മുടെ ഫോണിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി കൂട്ടാനായിട്ട് പറ്റും. ആ മെമ്മറി കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും. ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ മെയിൻ സെറ്റിംഗ്സിൽ തന്നെ ഇവിടെ ബാറ്ററി എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ മാനേജ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ മാനേജ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഇത്തരത്തിൽ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ ഫോണിൻ്റെ
ബാറ്ററി ആപ്ലിക്കേഷൻ ചാർജ് ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള ബാറ്ററി നല്ല രീതിയിൽ കൂടുതൽ സമയം നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനുകൾ എന്ന് നമുക്ക് ഇവിടെ ആപ്സ് എന്നുള്ളതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകും. ഇത്രയും ആപ്ലിക്കേഷനുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണ് സ്ലോ ആകാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൽ കൂടെ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല ഫയലുകൾ നമ്മുടെ ഫോണിൽ അടിഞ്ഞു കൂടുന്നുണ്ട് നമ്മൾ അറിയാതെ. അപ്പോൾ ഇത്തരത്തിൽ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് വളരെയധികം കുറഞ്ഞു പോകാറുമുണ്ട്. അപ്പോൾ അതിന് നമ്മളൊന്ന് പരിഹരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യും. ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണാനായിട്ട് പറ്റുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴെയായിട്ട് ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ആൾ സൈറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്തത് ഇവിടെ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് നിങ്ങൾക്ക് ഡിലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻസുകളൊക്കെ, ഈ സൈറ്റുകളൊക്കെ നമ്മുടെ ഫോണിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് വളരെയധികം കുറഞ്ഞു പോകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ഒന്ന് ഡിലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഓരോന്നായി ഡിലേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ തൊട്ടുള്ള ഫയൽസുകൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് എല്ലാം കൂടി ഒപ്പത്തിൽ ഡിലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ല. ഓരോന്നായി ഡിലേറ്റ് ചെയ്യുന്നത് അത് തീരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ആ ഡിലേറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വലത് സൈഡ് മുകളിലായിട്ട് ആൾ ടൈം എന്ന് കാണുന്നില്ലേ, ആൾ ടൈം എന്നിലേക്ക് മാറ്റി കൊടുക്കും. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും താഴെയാണ് ഈ ആൾ ടൈം എന്നുള്ളത്. നിങ്ങളുടെ ഫോണിൽ മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഓൾ ടൈം എന്നിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം താഴെ ബ്രൗസിംഗ് ഹിസ്റ്ററി ടിക്ക് മാർക്ക് കൊടുക്കുക. കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ ടിക്ക് മാർക്ക് കൊടുക്കുക. ക്യാഷ്, ഇമേജ് ആൻഡ് ഫയൽസ് എന്നതും നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടാബ്സും കൂടി നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ക്രോം ബ്രൗസറുകളുടെ നമ്മൾ പല സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ടാബുകളും ഒരു ഭാഗത്ത് പോയി കിടക്കുന്നുണ്ടാകും. നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ തുറന്നു നോക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ടാബ്സുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. സേവ്ഡ് പാസ്വേഡ് ഒരിക്കലും നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കരുത്. കാരണം നമ്മളത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുക. അത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഡിലേറ്റ് ആയി പോകുന്നതായിരിക്കും. നിങ്ങൾ പിന്നീട് പുതിയതായിട്ട് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലാണെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് ജിമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡൊക്കെ നിങ്ങൾക്കത് കൊടുത്തിട്ട് വേണം പിന്നെ ലോഗിൻ ചെയ്യാനായിട്ട്. അത് ഓർമ്മയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഡിലേറ്റ് ഡാറ്റ എന്നതിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൊത്തമായിട്ട് നമുക്കിവിടെ ഡിലേറ്റ് ആയി പോകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഡിലേറ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കൂടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.